ഒരു മോളും ഉമ്മയും കൂടി, ബാപ്പി മോളും ഉമ്മയും കൂടി കൗൺസിലിങ്ങിന് വന്നതാ. ഞാൻ പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇയാള് പിന്നെ ഞാനിരിക്കുന്ന റൂമിന്റെ പുറത്താണ് ഇയാൾ ഇരിക്കുന്നത്. അവിടുന്ന് പ്രസംഗം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഫോണിൽ പ്രസംഗം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അയാൾ പ്രസംഗിക്കണേ. മോളും ഉമ്മയും കൂടി അകത്ത് വന്ന് കുറേ പ്രശ്നങ്ങൾ, ഉമ്മക്കും പ്രശ്നമുണ്ട്, മോക്കും പ്രശ്നമുണ്ട്. അങ്ങനെ ഉമ്മയും മോളും കൂടി എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പ്രശ്നങ്ങൾ. ഞാൻ എടുത്തു നോക്കിയപ്പോൾ നല്ലൊരു മനുഷ്യൻ, നമ്മുടെ സജീവ പ്രവർത്തകൻ, എല്ലാ പണിയെടുക്കുന്ന ആള്, അയാളെ പുറത്തിരിക്കണേ, ഉമ്മയും മോളും എൻ്റെ അടുത്തിരിക്കണേ, കാര്യങ്ങൾ ഇങ്ങനെ പറയാ. അവസാനം പറയാ, സാറേ മൂപ്പര് ഫോണ് നിലത്ത് വെച്ചിട്ടുള്ളൊരു സാമ്യമില്ല. എന്താ ആ ഫോണ് 2 ഫോണാ, അത് നിലത്ത് വെച്ചിട്ടുള്ളൊരു സാമ്യമില്ല. പുരയിൽ വന്നാലും ഇത് തന്നെ, സുബൈക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എത്തോണ്ട് തന്നെ. ഞാൻ ചോദിച്ചു, നിസ്കാരമൊക്കെ ഉണ്ട് സാറേ, ഖുർആൻ ഓതും, നല്ല മുത്തക്ക. അത് 2ഉം കഴിഞ്ഞാൽ പിന്നെ ഫോണാ. ഞാൻ അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അകത്തൊക്കെ വിളിച്ചത്. അയാൾ ആ 2 ഫോണൊക്കെ വെച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്തേ സാർ? ഞാൻ വെച്ചാൽ എന്താ നിങ്ങൾക്ക് ഈ ഫോണിൽ ഇത്ര പണി? ഞാൻ അഡ്മിനല്ലേ, അഡ്മിൻ. ഞാൻ വെച്ചാൽ എന്താ അഡ്മിൻ? 12 ഗ്രൂപ്പുണ്ട്. ഇത് ദൈവത്തർത്തണ്ടേ, നിങ്ങൾ പറഞ്ഞിപ്പം മറ്റേ സുന്നിക്ക് മറുപടി കൊടുക്കണ്ടേ, മറ്റുള്ള ഇങ്ങോട്ട് മുജാഹിദിക്ക് എഴുതണ്ടേ? ആ 12 ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ ചോദിച്ചു, മനുഷ്യ നിങ്ങളെ കുടുംബത്തിന്റെ അഡ്മിൻ ആരാ? അതാരാ? അയാൾ അങ്ങനെ അഡ്മിൻറ്റോ? പിന്നെ അഡ്മിനില്ലേ? അത് ഒഴിഞ്ഞെടുക്കുകയാണ് ആ സ്ഥാനം. അതാര് ചെയ്യും? നിങ്ങൾ കുറേ പ്രപ്പാനെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. പണ്ട് ഹുസൈൻ സലഫിയുടെ ജുമാ ഖുതുബ ഷാർജ എന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഞാനും കേൾക്കല്ലേ, എല്ലാ പ്രസംഗം ഇത് കേക്ക് തന്നെ, ചവിട്ടിലേച്ച് എന്നാ നന്നായിണ്ടോ ആയിട്ടില്ലേ, വെറുതെ പ്രസംഗം വേസ്റ്റ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അഡ്മിന്മാരുടെ ശ്രദ്ധക്ക്, നിങ്ങൾക്ക് ഉണ്ടാവില്ല അഡ്മിൻ, ISM ഇന്ന മേഖല അഡ്മിൻ, MSM ഇന്ന മേഖല അഡ്മിന്മാരുടെ ശ്രദ്ധക്ക് കുടുംബത്തിന്റെ അഡ്മിൻ സ്ഥാനം ഇന്ന് മുതൽ നിങ്ങളൊന്ന് ഏൽക്കണം. എന്നിട്ടോ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ മെസ്സേജ് വരൂല, മറ്റേ വാട്സപ്പിൽ മെസ്സേജ് വരും, ഇന്നയാൾ ലെഫ്റ്റ്. ആരാടാ പോയത്? മറ്റേ ചെക്കൻ പോയിണ്ടാവും, മൂത്ത മോൻ പോയിണ്ടാവും കള്ളുടിക്കാൻ, അത് മെസ്സേജ് വരൂല, മൂത്ത മോൻ ലെഫ്റ്റ്. ബാപ്പ അറിയണമെങ്കിൽ പൊരയിരിക്കണം. ഈ തോണ്ടിന് സാധനം വീട്ടിലെടുത്തു വെച്ചാലല്ലാതെ പ്രിയമുള്ളവർ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് ആ പഴയ ബന്ധങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളാണ് കുറ്റക്കാരി, കുട്ടികളല്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമിന് ദഅവത്ത് നടത്താൻ തൽക്കാലങ്ങൾ ഇപ്പം ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ ഉപയോഗിക്കേണ്ട, ആവശ്യത്തിന് മതി. 24 ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് 6 മാസമായി, നല്ലൊരു ചെക്കൻ, നിങ്ങൾ കേൾക്കണം, നല്ലൊരു ചെക്കൻ, അടിപൊളി. ആ ചെക്കൻ ജുമാക്ക് പിന്നെ ഖുതുബ പറയുന്ന ചെക്കൻ, ഈ പെണ്ണുങ്ങൾ നല്ല സ്നേഹിക്കുന്ന ചെക്കന്, എപ്പോഴും പെണ്ണുങ്ങൾ എടുത്ത് വന്നിരിക്കും, അവളെ കൂടെ ചെലവഴിക്കും ഒക്കെ, ഒരു കുറ്റം പറയാനില്ല. എന്നിട്ടും ഈ പെണ്ണും ചെക്കനും കൗൺസിലിങ്ങിന് വന്നതിന് ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, സാറേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഒറ്റയ്ക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് പുറത്ത് കടന്ന് നീങ്ങിയിരിക്കും, ഞാൻ ഇവളോടൊന്ന് ചോദിക്കട്ടെ കാര്യം. ഓളോട് വെച്ചപ്പോൾ ഓള് പതുക്കെ എന്നോട് പറഞ്ഞു, സാറേ പിന്നെ എൻ്റെ കൂടെ ഇരിക്കും, നല്ലോനാ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞു ഒക്കെ വാങ്ങിത്തരും, എൻ്റെ കൂടെ ഇരിക്കും. ഞാൻ പറയും, എന്നിട്ട് പിന്നെ എന്താ എൻ്റെ പ്രശ്നം? പക്ഷെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കൈ ഫോൺ ഉണ്ടാവും. എന്നിട്ട് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താ പണിയെന്നറിയോ? ഇത് നോക്കിയാ ഹാരിസുബ്നു സലീം കെട്ടുവയ്ക്കുക, അടുത്ത് മറ്റേ ആൾ പണിശ്ശേരി കെട്ടു. ഇവള് പറയും, ഈ പ്രസംഗം പഠിപ്പിക്കാനാണോ സാറേ ഇയാളിനെ കെട്ടിക്കൊണ്ടുവന്ന്? ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇന്നൊന്ന് നോക്കടി, ഒരു തമാശ പറഞ്ഞൂടെ? ഒന്നുമില്ല. കാരണം ഇയാൾ പിന്നെ ഈ പെൺകുട്ടി പറയാ, ഇന്നെ പ്രസംഗം പഠിപ്പിക്കില്ല അവനും. ഞാൻ ഇപ്പം നല്ല പ്രസംഗിക്കും സാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ പകരം പോകാനൊക്കെ വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ അയാളോട് പറഞ്ഞു, എടാ ആ പെണ്ണിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഫോൺ മാറ്റിയേക്ക്, ഓളച്ച് ദൈവത്തെടുത്തല്ലേ, ഓള് നല്ല മുജാഹിദാ. ഇതും കെട്ടി സ്വന്തം പെണ്ണുങ്ങളെ ദൈവത്തെടുത്ത് ഇങ്ങോട്ട് ഇരപ്പാക്കുക. നല്ലൊരു പെണ്ണിനെ കെട്ടി ഓള് അറബി കോളേജ് പഠിച്ചാ ഓക്കും അറിയാതൊക്കെ. ഇതല്ല കുടുംബം. ഈ മൊബൈൽ ഫോണിൽ വരുന്ന പ്രസംഗം കേൾപ്പിക്കലും ഇതിങ്ങനെ തുറന്നിട്ടിട്ട് നിങ്ങളെ ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് വരും. നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ഈ ആധുനിക ലോകത്താണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് സിനിമ കാണുന്നവർ, TV കാണുന്നവർ, അതിലെ പ്രോഗ്രാം കാണുന്നവർ, പാട്ട് കേൾക്കുന്നവർ, ആടിപ്പൊളി സാധനം കണ്ടോ നിങ്ങൾ? ഒരു പെണ്ണ് കണ്ണിറുക്കി കാണിച്ചതാ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഡിസ്കഷൻ. ഒരു വൃത്തികെട്ട പെണ്ണ് കണ്ണൊഴുക്കി കാണിച്ചു എന്ന് പറഞ്ഞു.
ഉണ്ടോ? ഒരു പുരുഷനെ കൊതിപ്പിക്കുന്ന കണ്ണിറുക്കൽ ഒരു പെണ്ണ് നടത്തിയതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചർച്ചയും. പോട്ടന്മാര് ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടി പഠിക്കുന്നത് സ്കൂളിലാണ്. ആ കുട്ടി സ്കൂൾക്ക് പോകുമ്പം മറ്റോ പറയാണ് ഇന്ന പാട്ട് അടിപൊളിയാട്ടോന്ന്. വിളിയായിരിക്കും ഇത് ഇന്റെ പോലെയല്ലല്ലോ. ഞങ്ങള് ഒരു പീസ് റേഡിയോ അവിടെ തുറന്നു വെച്ചിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം വെറുപ്പിക്കാതെ ദീൻ എങ്ങനെ കുട്ടിക്ക് എത്തിക്കാന്നറിയാം. നിങ്ങളത് കേൾപ്പിച്ചോ. ഒക്കത്തിനൊരു സമയമുണ്ട്. 24 മണിക്കൂറും വീട്ടു പ്രസംഗം. മക്കൾ നന്നാട്ടെ പ്രസംഗം. കൗൺസിലർ എന്നോട് പറയാ നിങ്ങളൊക്കെ പ്രസംഗം എല്ലാം ഞാൻ കേൾപ്പിക്കലുണ്ട്. ഞാൻ അതന്നെ നന്നാവത്ത്. ഈ പ്രസംഗം കേൾപ്പിച്ചിട്ട് നന്നാവുകയാണെങ്കിൽ നമ്മളെ കൗമ എന്ന് നന്നാവണം. എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗ. പിന്നെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊന്നും സിനിമാക്കാർക്ക് പോസ്റ്റർ അടിക്കാൻ സ്ഥലമില്ല. മൊത്തം മുജാഹിദും സുന്നിയും ജമാഅത്തും പോസ്റ്റർ അടിച്ചിരിക്കുക. ആ പരിപാടി ഈ പരിപാടി നിങ്ങൾ പിന്നെ എളേറ്റിൽ വട്ടോളി അങ്ങാടി പോയി വയ്ക്കുക. സിനിമാക്കാരെ പോസ്റ്റർ ഉണ്ട് അവിടെ. തൂക്കിയിട്ടതും പോസ്റ്റർ ഒഴിച്ചതും ഒക്കെ നമ്മൾ തന്നെയല്ലേ, സുന്നി മുജാഹിദും ഒക്കെ. അങ്ങനെ പ്രസംഗം കേട്ടല്ല കുട്ടി നന്നാവേണ്ടത്. നമ്മുടെ കൂടെ ഇരുത്തി നമ്മളോടൊരു ബന്ധമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കുടുംബത്തിനകത്ത് നടത്തേണ്ടത്. അതുകൊണ്ട് ഈ സാധനം ഒന്ന് മാറ്റിയേക്കണം. നിങ്ങൾ ആവശ്യത്തിന് കേൾപ്പിച്ചോ. എപ്പോഴെങ്കിലും ഒന്ന് വണ്ടി പോകുമ്പോൾ ഫോണിലുള്ള നല്ലൊരു പ്രസംഗം, എല്ലാ പ്രസംഗവും കയറി കുട്ടിയെ ഇട്ടുകൊടുക്കരുത്. നമ്മൾ ആദ്യം കേട്ടിട്ട് നമുക്ക് തോന്നുക ഈ ആരിസ് ഇബ്നു സലീം പ്രോഫ് കോളിൽ പ്രസംഗിച്ച ഈ പ്രസംഗം കുഴപ്പമില്ല എങ്കിൽ ഇതിൻ്റെ ഓഡിയോ ഉണ്ടോ, നമ്മൾ കാറിലൊരു യാത്ര പോകുമ്പോൾ ഒന്ന് കുത്തിയിട്ട് എടാ നമുക്ക് പ്രസംഗം കേട്ട് പോട്ടോ, മതി, കുഴപ്പമില്ല. എപ്പോഴും തന്നെ ആയാലോ. എന്നാലോ ഇവിടുന്ന് അങ്ങോട്ട് വയനാട്ടിലേക്ക് യാത്ര, വയനാട് എത്തണവരേ പ്രസംഗം, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും പ്രസംഗം. പിന്നെ വയനാട് പോകുമ്പോൾ കുട്ടി പറയും എനിക്കൊരു വയറേന, ഞങ്ങൾ പോയിക്കോളി പറയില്ലേ. ആ വണ്ടിയിൽ നിന്ന് പാട്ട് പാടണ്ടേ? മോളോട് പറയണ്ടേ മോളെ നീ ഒന്ന് പാട്, ഒരു പാട്ട് പാട്. എത്ര പാട്ടുണ്ട് നമ്മൾ MSFന്റെ, എത്ര പാട്ട് പഠിച്ചിട്ടുണ്ട് കുട്ടി. കുട്ടി ഒരു പാട്ട് പാടി, ബാപ്പി മക്കൾ പറഞ്ഞ് ഇമ്മൊരു പാട്ട് പാടട്ടെ. ബാപ്പ ഇതൊക്കെ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പാടിയിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹുവിനെ സ്പോർട്സ് കാണാൻ കൊണ്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഉണ്ടോ? ആയിഷയുടെ കൂടെ ഓടി എന്നൊക്കെ കാണാം. ഇതൊക്കെ ചെയ്തിട്ടില്ലേ? കുടുംബത്തിൽ കൈകൊട്ടി പാടിയിട്ടില്ലേ? നിങ്ങൾ ആലോചിക്ക്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ രസാ. അതൊക്കെ കുടുംബത്തിന് കൊടുക്കണ്ടേ? 24 മണിക്കൂറും വാട്സപ്പ് തുറന്നു വെച്ചിരിക്കുക. അടുത്ത പ്രസംഗം ഞാനത് വരും. ഇതാ അതിങ്ങനെ പിടിച്ചാണ്ട് കൊടുക്കാൻ കുറെ ആൾക്കാരും. കുറച്ച് കൊടുത്താൽ മതി, ഉള്ളത് കുറച്ച് അത് മതി. നിങ്ങൾ കണ്ടില്ലേ കല്യാണ പറയിലൊക്കെ കാ പൊടിക്കുന്നത്, കുപ്പിയർച്ചും തരൂലല്ലോ, കുറച്ച് മതി. ഭയങ്കര എരിവായിരിക്കും അത്, അത്ര കുടിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ കാവെന്നെ കുടിപ്പിച്ച വയറ്റ് നോക്കാവും കുട്ടിക്ക്. കണ്ടോ നിങ്ങള്? അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിർത്തി വെച്ച് ബാപ്പ പഴയ ബാപ്പന്റെ പുറേ കണ്ട് കയറുമ്പം നിങ്ങൾ കുപ്പായം കഴിച്ചേക്കുമല്ലോ അല്ലേ? ആ കുപ്പായം കഴിച്ചേക്കുന്നതിന്റെ കൂടെ ഫോണും കഴിച്ചേക്കുക. പ്രശ്നം തീർന്നു. എന്നിട്ട് ആ മക്കളെ എടുത്തേക്കൊന്ന് എന്തൊക്കെയാ മക്കളെ വർത്താനം. ഇതാ രസം, അതാ ബന്ധം. അല്ലാതെ ഈ വാട്സപ്പ് കൂടിയും ഫേസ്ബുക്ക് കൂടിയും പ്രസംഗം കേൾപ്പിക്കലിലൂടെ ഒന്നും ബന്ധം ഉണ്ടാവില്ല. ഈ സാധനം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ. ഇനി പൊതുസമൂഹം നേരെ തിരിച്ചാ അത് 24 മണിക്കൂർ സിനിമയും പാട്ടുക. നമ്മളതില്ല, നമ്മൾ അതിന് പകരം പ്രസംഗ ഉണ്ടോ? അവര് സിനിമയും പാട്ടും അധികമായിട്ട് ഛർദ്ദിക്കാം. കുട്ടി എപ്പോഴും പാട്ട്. SLC പരീക്ഷന്റെ ഓറിയന്റേഷനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോല. അപ്പൊ കുട്ടികളോട് ചോദിക്കുക എന്താണ് മക്കളെ പ്രധാന പ്രശ്നം? കുട്ടികളൊക്കെ എഴുതി തരും. 780 കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു ഈ അടുത്ത്. SLC പരീക്ഷ തുടങ്ങിയതിന് മുമ്പ് ഒരു സ്കൂളിൽ പോയിട്ട് 780 പേരോട് ഞാൻ പറഞ്ഞു എഴുതിത്താ, എന്താണ് നിങ്ങളെ പ്രശ്നം, എഴുതിത്താ. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറഞ്ഞു. എല്ലാവരും ഒരു കടലാസ് എടുത്ത് എനിക്ക് പ്രശ്നം എഴുതി തന്നു. ഞാൻ ആ പ്രശ്നങ്ങളെ മൊത്തം കണ്ട് വാങ്ങി, എന്നിട്ട് കുട്ടികൾക്ക് വീതിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓരോരുത്തരും ഓരോ പ്രശ്നം വായിച്ചോ, അതിൽ എഴുതിയത് വായിച്ചോ, ഞാൻ ബോർഡിൽ എഴുതാം. കണ്ടോ? അപ്പോൾ ഓരോ കുട്ടി ഒരു പ്രശ്നം വായിക്കും, ഞാനത് ബോർഡിൽ എഴുതും. ബോർഡിൽ എഴുതിയാൽ പിന്നെ ആ പ്രശ്നം പിന്നെ വായിക്കരുത്. അപ്പോൾ എല്ലാവരും എഴുതി തന്ന പ്രശ്നങ്ങൾ കിട്ടിയൊരു 16 പ്രശ്നങ്ങൾ. ഈ 16 പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതി തന്ന സാധനം എന്താണെന്നറിയോ? പഠിച്ചത് മറന്നു പോകുന്നു. കണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ അപാരമായ ബുദ്ധി, ചിന്ത നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. കുട്ടികളെ എഴുതി തരിക, പഠിച്ചത് മറന്നു പോകുന്നു, ഓർക്കാൻ കഴിയുന്നില്ല, ഓർമ്മയൊന്നും വരുന്നില്ല. ഞാൻ ആ കുട്ടികളോടൊക്കെ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? പൊന്നു മക്കളെ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ, മറന്നു പോവാതിരിക്കണമെങ്കിൽ അത് മനസ്സിനകത്തേക്ക് കയറണം. നമ്മുടെ മൊബൈൽ ഫോണിൽ 8 GB ഉള്ളൂ. 8 GB ഫുള്ളാണെങ്കിൽ പിന്നെ ഒരു സാധനത്തേക്ക് കയറുമോ? അത് എഴുതി കാണിക്കൂല, സ്റ്റോറേജ് ഫുൾ, ഡിലീറ്റ് സം ഡാറ്റ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും. എന്നാൽ തലച്ചോറും നെറ്റിമേ എഴുതി കാണിക്കുക സ്റ്റോറേജ് ഫുൾ.
നമ്മുടെ കുട്ടികൾ മുഴുവൻ ഈ സിനിമയും പാട്ട്. ഞാൻ ചോദിച്ചു ആ കുട്ടികളോട്, എത്ര സിനിമാ പാട്ട് നിങ്ങൾക്ക് കാണാതെ അറിയാം മക്കള്? ഏറ്റവും പുതിയതിറങ്ങിയ പാട്ട് നിങ്ങൾ കാണാതെ പഠിച്ചില്ലേ? ഹിന്ദി പാട്ട് എത്ര എണ്ണം അറിയാം? മാപ്പിളപ്പാട്ട് എന്ന പേരിലുള്ള വൃത്തികേടുകൾ എത്ര നിങ്ങൾക്ക് അറിയാം? തമിഴ് പാട്ട് എത്ര എണ്ണം അറിയാം? ഇതൊക്കെ തലച്ചോറിൽ കയറ്റി വെച്ചൊരു കുട്ടി എങ്ങനെ പഠിക്കുക? അപ്പോൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ സിനിമയും പാട്ടും ഡാൻസും ഒക്കെ അവൻ്റെ തലച്ചോറിനകത്ത് കയറുന്നു. നമ്മുടെ കുട്ടികൾക്കോ ഈ പ്രസംഗങ്ങളുടെ അതിപ്രസരങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ വീട് ഇങ്ങനെയല്ല ആവേണ്ടത്. അവിടെ നമ്മുടെ കയ്യിലുള്ള മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ മാറ്റിവെച്ച് ഭാര്യയും മക്കളും ചിന്തിച്ചു നോക്ക്, ഭാര്യനെ പാത്രം ഒന്ന് കൈകേക്കാൻ ഭാര്യൻ്റെ കൂടെ കൂടുക, രാത്രി ഏഷസ്കരിച്ച് വന്നിട്ട് ഓളെ പറഞ്ഞ് ചോറിട്ട് ഞാൻ കൈകടി പാത്രം. അതാരാ കാണേണ്ടിയെന്നറിയോ? നമ്മുടെ മക്കൾ. എൻ്റെ മോൻ കാണണം, എൻ്റെ മോള് കാണണം. എന്ത്? ഞാൻ പാത്രം കൈകേക്കണത്. അപ്പോഴോ എൻ്റെ മോൻ്റെ മനസ്സിലുള്ള ഭർത്താവിൽ ആ പാത്രം കൈകി, ഓൻ നാളെ കല്യാണം കഴിക്കുമ്പോൾ പാത്രൻ്റെ ഇപ്പം കഴിക്കുന്നില്ലോ, എന്തെനിക്ക് കഴിക്കണീ? കണ്ടോ നിങ്ങൾ? ആ ഭാര്യ കാണിച്ചു കൊടുക്കണം, ഭർത്താവ് കാണിച്ചു കൊടുക്കണം. ജീവിതം കാണിച്ചു കൊടുത്താലാണ് കുട്ടികളിൽ ജീവിതം ഉണ്ടാവുക. അത് കാണിച്ചു കൊടുക്കാൻ ഈ ആധുനിക ലോകത്തെ മുഴുവൻ സംവിധാനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വീടിനകത്തേക്ക് തനി പഴഞ്ചൻ ബാപ്പയായി തിരിച്ചു പോവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ കഴിയുന്നിടത്ത് മാത്രമേ ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രസംഗം കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ല, ജുമാ ഖുതുബ കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ബൈക്കുമ്പോൾ പോവല്ലോ, ഇതുമായിട്ടൊരു സാധനം വാങ്ങിയാൽ മതി. ഞാൻ വാങ്ങിന് ഉണ്ടാ ഒരു ഇയർഫോൺ, ഇത് കുത്തി വെച്ചാൽ അങ്ങക്ക്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ പ്രസംഗം കേട്ട് വന്ന കണ്ടോ. അപ്പം എൻ്റെ ഭാര്യ കൂടെയില്ല, ഒഴിവ് സമയത്ത് ആ പ്രസംഗം കേട്ട് നമുക്ക് ഇങ്ങനെ പോരാ. ബൈക്കുമ്പോൾ പോകുന്നുണ്ടോ, ഹെൽമെറ്റിനുള്ളിൽ ഈ സാധനം കുത്തിച്ചാൽ മതി ചെവിയിൽ, നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴോ പ്രസംഗം കേട്ട് ഓഫാക്കിക്കോ, ഈ ഫോൺ അവിടെ വെച്ചോ, നിങ്ങൾ കേൾക്കാനുള്ളതൊക്കെ കേട്ടല്ലോ. എന്നിട്ട് ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന്, ഈ കുടുംബത്തിന് വേണ്ടി സമയം ചെലവാക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പം കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്, അനുസരണയുള്ള മക്കളും അനുസരണയുള്ള ഭാര്യയും. ഭാര്യമാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഭർത്താവ് പറയണത് അനുസരിച്ചേ പറ്റൂ. അതിലെ തെറ്റും ശരിയും പിന്നീട് ചർച്ച ചെയ്താൽ മതി. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ശരി ശരി എന്നാ ശരി കഴിഞ്ഞു. അതിന്റെ തെറ്റ് നിങ്ങൾക്ക് ഭർത്താവിനെ കിട്ടൂല. അയാൾ വേറെ സ്ഥലത്തൊന്നും കിടക്കാൻ പോലല്ലോ. രാത്രി കിടക്കാൻ വേണ്ടി നിങ്ങളുടെ റൂമിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു, ആ ചെയ്തത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നമുക്കത് ഇങ്ങനെ ചെയ്യാം. അയാളത് മാറ്റിക്കോളും. കണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴേക്ക് കുട്ടികളുടെ മുമ്പിൽ വെച്ച് എതിർക്കപ്പെടരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം ഇതാ, വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും ഒരൊറ്റക്കെട്ടായി പെരുമാറിയില്ലെങ്കിൽ മക്കൾ പിന്നെ അനുസരിക്കില്ല. കണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ 2 വയസ്സുള്ള മോൻ, അവനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ നമ്മളൊക്കെ സംസാരിച്ച കാര്യമില്ല. ഇപ്പം ഞാൻ കയറി പറയാം, അതാണ് അപ്പം വന്നു, ഞാൻ ഇപ്പൻ്റെ കുട്ടിയാണ്, ഉമ്മ പിങ്. എന്താ പിങ് എന്നറിയോ? പ്ലിങ്. ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷ തന്നെ പ്ലിങ്, പ്ലിങ് ആയി. അപ്പൊ എൻ്റെ മക്കളൊക്കെ പറയണേ കേട്ടിൻ്റെ മോനും പറയുന്നതാ, ഉപ്പ വന്നു, ഞാൻ ഇപ്പൻ്റെ കുട്ടിയാണ്, ഉമ്മ പിങ്. ഞാൻ പോയാലോ, ഞാൻ ഇമ്മൻ്റെ കുട്ടിയാണ്, ഇപ്പ പിങ്. അങ്ങനെ 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 അവസാനം ശരിക്കും ഈ ബാപ്പ പിങ് ആവും. എന്താ 19 വയസ്സിൽ ഓളാണ് ഇറങ്ങിപ്പോയി, ചെക്കൻ വേറെ വഴിക്ക് പോയി, പിന്നെ കൗൺസിലിങ് കാര്യം, ബാപ്പയോ ബാപ്പ പ്ലിങ്. കുട്ടികളെ ഭാഷയെ പറഞ്ഞാൽ സസി, ബാപ്പ സസി, മക്കളൊക്കെ പോയി. എത്ര കുടുംബമുണ്ട് അറിയുങ്ങൾ, മക്കളെ കൊണ്ട് കണ്ണീര് പൊഴിക്കുന്ന കുടുംബങ്ങൾ. ഈ കുടുംബങ്ങളെ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ ഉമ്മാക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വാസ്വാസ സംശയം, അതല്ലെങ്കിൽ ബാപ്പ കുട്ടികളുമായും ഭാര്യയുമായും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ. ആകെ പ്രശ്നം. കുടുംബത്തിൻ്റെ അകത്തളങ്ങൾ ചീഞ്ഞ് നാറുന്ന കാഴ്ചകൾ. ഒരു പെണ്ണ് ദീനുള്ള ഒരു ചെക്കനാ, അടിപൊളി ദീന്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, നമ്മുടെ പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, റൂട്ട്സിനിറങ്ങുന്ന, ദഅവത്തിന് പോകുന്ന ഒരു ചെക്കൻ. ബാംഗ്ലൂരിലെ IT ഫീൽഡിലെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ ഈ തകരുന്ന കുടുംബങ്ങൾ, ആധുനിക ലോകമൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഭാര്യയും ഭർത്താവും കൂടി, ഒരു കുട്ടിയുണ്ട്, 3 വയസ്സുള്ള സുന്ദരി മോളുണ്ട്, ഒരു ചെറിയ ക്യൂട്ട് ഗേൾ. ആ പെൺകുട്ടിയും ബാപ്പിയമ്മയും കൂടി ബാംഗ്ലൂരിൽ നിന്ന് തിരക്ക് പിടിച്ച ഷെഡ്യൂളിനെടുത്ത് ലീവ് എടുത്ത് വില കൂടിയ കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരും എൻ്റെ അടുത്തേക്ക്.
റൈറ്റ്. അവരന്ന് താമസിച്ചത് അവിടെയാണ്, ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട്. പിറ്റേ ദിവസം രാവിലെ അവർ തിരിച്ചു പോയി ബാംഗ്ലൂരിലേക്ക്. ആകെ പ്രശ്നം, ആ വീട്ടിനകത്ത് പ്രോബ്ലം, പെണ്ണിന് പ്രശ്നം, ആണിന് പ്രശ്നം, ആകെ അടിയും പിടിയുമായപ്പോൾ അവർ കാണാൻ വേണ്ടി വന്നതാ. ഈ പ്രശ്നത്തിനിടക്ക് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്താ? അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞു, സാറേ നിങ്ങളെ ഞാൻ പരിചയമുണ്ട്, ഞാൻ അന്ന് അവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഒക്കത്തിനുണ്ട്. ബാംഗ്ലൂരിൽ പോയപ്പോൾ പ്രസംഗിക്കാൻ, അത് പിന്നെ കസേര ഇടാൻ, നോട്ടീസ് ഒട്ടിക്കാൻ, എവറിത്തിങ്. അടിപൊളി ചെങ്ങ. ഭാര്യയും അയാളും തമ്മിൽ എന്നും പ്രശ്നം. അങ്ങനെ ഞാൻ ഈ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചപ്പം ഭാര്യ എന്നോട് പറയുന്നു, സാറേ കുറച്ച് ദിവസമായി, കുറച്ച് കാലമായിട്ട് ഇയാൾക്ക് എന്നോടൊരു താല്പര്യക്കുറവ്. നോക്കണേ വിഷയം. എൻ്റെ പ്രിയമുള്ളവർ, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പഠിക്കണം. ആ ഭാര്യ പറയാ, എന്നോടൊരു താല്പര്യക്കുറവ്. കല്യാണം കഴിച്ചിട്ടൊക്കെ എന്നോട് ശാരീരികമായും മാനസികമായും ഒക്കെ വല്ലാത്ത അടുപ്പം കാണിച്ചിരുന്ന ഈ മനുഷ്യൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് എന്നോട് തീരെ ശാരീരികമായൊന്നും ഒരു താല്പര്യം കാണിക്കില്ല. ഞാൻ ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഈ പെണ്ണ് പറഞ്ഞു, ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങളോടല്ലാതെ വേറൊരാളോട് പറയാൻ പറ്റൂല, അത് തീർക്കണമെങ്കിൽ ഇങ്ങനല്ലാതെ തീർക്കാൻ പറ്റൂല. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈ പ്രശ്നം പറയണത് എന്തിനാ അറിയോ? ഇത് ഒരു ഒറ്റപ്പെട്ട കേസല്ല. അതുകൊണ്ടാ ഈ പെണ്ണ് പറയുന്നു, സാറേ എന്നോട് എന്താ ഇയാളൊരു അടുപ്പം കാണിക്കാത്തത് എന്ന് കുറേ കാലമായി ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ദിവസം ഈ ഇപ്പത്തെ ഫോണൊക്കെ കണ്ടില്ല നിങ്ങൾ? ഒരു വിരലിങ്ങനെ വെച്ചാലേ തുറക്കുള്ളൂ. അയാളെ ഫോണും ആ വിരൽ വെക്കണ ഫോണാണ്, തമ്പ് ലോക്ക് ചെയ്യുന്ന ഫോണാണ്. അയാളുടെ ഫോൺ അറിയാതെ ഒരു ദിവസം തുറന്നപ്പോൾ ഈ പെൺകുട്ടി എടുത്ത് പരിശോധിച്ച് നോക്കി. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി. അതിനകത്ത് സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു വൃത്തികെട്ട അനേകം വീഡിയോകൾ. ആരെ? മനോഹരമായി ദീൻ പ്രവർത്തിക്കുന്ന ഒരു ചെറുക്കൻ്റെ ഫോണിൽ, 5 നേരം നിസ്കരിക്കുന്ന ഒരു ചെറുക്കൻ്റെ ഫോണിൽ. ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നു, സാറേ ഞാൻ അന്ന് കണ്ടത് ഞാൻ പറഞ്ഞിട്ട് അയാളത് സമ്മതിക്കുന്നില്ല, ഞാൻ അങ്ങനെ കാണൂല, ഈ ആരോട് പറഞ്ഞാലും വിശ്വസിക്കൂല എന്നൊക്കെ അയാൾ പറയുന്നു. നീ വേണ്ടാത്ത വേറെ എന്തെങ്കിലും കണ്ടതായിരിക്കും, എൻ്റെ ഫോണിൽ കാണൂല. അപ്പോഴേക്ക് ഇയാളെല്ലാം ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞു, വേറെ കുറേ പെണ്ണുങ്ങളുടെ വീഡിയോ കാണുന്ന ഇയാൾ പിന്നെ എന്നെ എന്തിനാ സാറേ നോക്കുക? നോക്കുങ്ങൾ, തകർന്നു പോകുന്നു കുടുംബ ബന്ധങ്ങൾ. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും അമൂല്യമായ ബന്ധങ്ങളിൽ ഒന്നാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ഒരാണും പെണ്ണും തമ്മിൽ ബന്ധം, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പവിത്രമായ ഒരു എപ്പിസോഡാണ് ദാമ്പത്യ ബന്ധം, ശാരീരിക ബന്ധം, സെക്സ്. അതില്ലാതെ പോകുമ്പോൾ കുടുംബം തകർന്നു പോകും. ഈ പെൺകുട്ടിയും പറയുന്നു, എനിക്ക് കിട്ടുന്ന, ഞാൻ എൻ്റെ ഫോണിലും വാട്സപ്പ് കയറി, യൂട്യൂബ് കയറി വേണ്ടാത്തരം കാണണോ? കുട്ടി ചോദിക്കുന്നു. ഈ ചെക്കൻ എൻ്റെ മുമ്പിലെത്തി, ഞാൻ വാതിലടച്ചിട്ട് 3 വയസ്സുള്ള കുട്ടിയെയും മാറോട് അണക്കി പിടിച്ച ആ പെൺകുട്ടി പുറത്ത് കാത്തിരിക്കുക. എല്ലാമുണ്ട്, ഇഷ്ടം പോലെ പണം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ചെറുക്കൻ. വില കൂടിയൊരു കാറുണ്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഉണ്ട്, നല്ല ശമ്പളമുണ്ട്, 1 ലക്ഷം രൂപക്ക് മേലെ ശമ്പളം വാങ്ങുന്ന ഒരു IT പ്രൊഫഷണൽ, എല്ലാം. നല്ല സുന്ദരിയായ ഒരു ഭാര്യ, വിദ്യാസമ്പന്നയായ ഭാര്യ, നല്ല ദീനുള്ള ഭാര്യ, എല്ലാം അയാൾക്ക് റബ്ബ് കൊടുത്തിട്ടും അയാൾ ഇപ്പോഴും തേടിപ്പോകുന്നത്, അയാളുടെ വിരലുകൾ തിരയുന്നത് അന്യ സ്ത്രീയെ. ഇതിലൂടെയാ വ്യഭിചാരം അതിൻ്റെ പുതിയ മാനങ്ങൾ തേടുന്നു നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ. എന്നിട്ട് ആ ചെക്കനെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ആദ്യം ഒന്നും അവൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ വെറുതെ എന്നോട് വാശി പിടിക്കണ്ട, എനിക്കറിയാം നിനക്കുണ്ടെന്ന്. ഒരു പെണ്ണും തൻ്റെ ഭർത്താവ് കൂടെ ജീവിക്കണമെന്ന് കരുതുന്ന ഒരു പെണ്ണും തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറയില്ല. വെറുതെ നീ വേണ്ടത്രം പറയണ്ട. സത്യം പറഞ്ഞു, ആ ചെക്കൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകി. അവൻ എന്നോട് പറഞ്ഞു, സാറേ എനിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഏക പ്രശ്നം എൻ്റെ മൊബൈൽ ഫോണിലുള്ള ഈ സാധന. ഞാൻ കുറേ കാലമായിട്ട് ഇതിന് അടിമപ്പെട്ടു പോയി, എന്ത് ചെയ്യും? നിങ്ങളെന്നെ രക്ഷിക്കണം, ഒന്ന് വഴി പറഞ്ഞു തരണം. കണ്ടോ, ആ ചെക്കനും പെണ്ണും കഴിഞ്ഞ മാസത്തിൻ്റെ മുമ്പത്തെ മാസം ഉംറക്ക് പോയി. അവർ തിരിച്ചു വന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് ജീവിക്കുന്നു. കണ്ടോ, അയാളെ കയ്യിൽ ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ല.
ഒരു IT എഞ്ചിനീയറുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല, അയാൾ ഒരു സാധാരണ ഫോണിലേക്ക് തിരിച്ചുപോയി. അയാൾ ആവശ്യത്തിന് മാത്രം അയാളുടെ ബാഗിൽ കൊണ്ട് നടക്കുന്ന ഒരു കമ്പ്യൂട്ടർ പോലെയുള്ളൊരു ഉപകരണമാക്കി അയാളെ ഫോണിനെ അയാൾ മാറ്റിക്കളഞ്ഞു. ഉണ്ടോ? ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ എപ്പോൾ എടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ഓപ്പൺ ആക്കുള്ളൂ. അയാൾ ആവശ്യമുണ്ടെങ്കിൽ ഫോൺ എടുക്കും, ആർക്കെങ്കിലും മെസ്സേജ് വല്ല അയക്കുകയാണെങ്കിൽ അതിന് അയക്കും, പൂട്ടി വെക്കും. അയാളെ കയ്യിലൊക്കെ മറ്റേ ഫോൺ. അയാൾ ഈ പ്രസംഗം കേൾക്കുന്നതിൻ്റെ, ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സാഹചര്യം, പിശാച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന സാധനം അത്. ഇതിൽ നല്ലതുണ്ട്. പീസ് റേഡിയോ നമുക്ക് കേൾക്കാം, പ്രസംഗങ്ങൾ കേൾക്കാം, ഖുതുബകൾ കേൾക്കാം. കണ്ടോ? നമുക്ക് ഇതുപോലത്തെ ആശയ പ്രചരണങ്ങൾ നടത്താം. അതിനപ്പുറത്തുള്ളൊരു ദുരന്തം നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണിൽ അവൻ തിരയുന്നത് ഇതാ. നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് 2007 മുതൽ 10 കൊല്ലമായി കൗൺസിലിംഗ് രംഗത്ത് അത്ര വലിയ അനുഭവമൊന്നും ഇല്ലെങ്കിലും വളരെ സെലക്റ്റീവായ ചില കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു അനുഭവത്തിന് വിളിച്ചിട്ട് ഞാൻ പറയുന്നു, ഈ അടുത്ത കാലം വരെ കൈകാര്യം ചെയ്തിരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രേമമായിരുന്നു. പ്രേമം, പ്രേമിച്ച് കൊണ്ടുവരിക കുട്ടിയെ. ഇതാ പ്രേമിക്കുന്നു, അവൾ പ്രേമിക്കുന്നു, അവൻ പ്രേമിക്കുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ കേസുകൾ. കണ്ടോ? ആധുനിക ലോകത്ത് ഏറ്റവും വലിയ മാറ്റം എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ചില തെറ്റുകളല്ലാതെയായി മാറി എന്ന്. പലിശ വലിയ തെറ്റാ. ഒരു വണ്ടി എടുത്ത് തന്നെ ഒരു അടവിട്ട് തെറ്റാ. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ചില തെറ്റുകളല്ലാതെയായി മാറി. പ്രേമം ഈ അടുത്ത കാലം വരെ ഞാനും നിങ്ങളൊക്കെ വലിയ ഭീതിയോടെ കണ്ടിരുന്ന ഒരു സാധനം. ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് പ്രേമുണ്ടെങ്കിലും വലിയൊരു മൈൻഡൊന്നും ആക്കില്ല ആൾക്കാർ. അത് സാറില്ല, ഇപ്പോഴത്തെ കാലല്ലേ, കുട്ടികൾ അങ്ങനെ തന്നെ അല്ലേ അല്ലേ. പിന്നെ ഇത്തിരി ദീനുള്ള ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാവും, അവരപ്പോൾ കൗൺസിലിംഗ് കൊണ്ടുവരുന്നത്. അപ്പൊ കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ വന്നിരുന്നത് ഒരു 2-3 കൊല്ലം മുമ്പ് വരെ വന്നിരുന്ന കേസ് പ്രേമ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് നടക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളാണ്. ഏത്? കല്യാണം കഴിഞ്ഞ് 6 മാസം, 3 മാസം, 2 മാസം, 1 കൊല്ലം അപ്പോഴേക്ക് കൗൺസിലിംഗാണ്. ചെറുപ്പക്കാർ കണ്ടോ നിങ്ങൾ? ചെറുപ്പക്കാർ പെണ്ണിനെയും കൂട്ടി ആണിനെയും കൂട്ടി കൊണ്ടുവരിക. എത്ര കേസുകളാണെന്നറിയോ? ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ സംസാരം നിങ്ങൾ മാത്രമല്ല കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. കണ്ടോ? എന്താ പ്രശ്നം എന്നറിയോ? ആൺകുട്ടി കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നു, പെൺകുട്ടി കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നു. സ്വകാര്യമായിട്ട് അവരോട് ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ തുറന്നു പറയുന്നു, സാറേ എന്നെ അയാൾക്ക് ആവശ്യമില്ല. ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത് എങ്ങനെയാ, എനിക്കെൻ്റെ ബാപ്പാൻ്റെ അടുത്ത് കിടന്നാൽ പോരെ സാറേ, ഞാൻ എന്തിനാ എന്നെ വീട്ടിൽ പോയി ഇയാളെ കൂടെ കിടക്കണ്? ഞാൻ ചോദിച്ചു, മോളെ കല്യാണം കഴിഞ്ഞ അയാളെ കൂടെ കിടക്കണ്, കല്യാണം കഴിഞ്ഞ അയാളെ കൂടെ എന്തിനാ കിടക്കണേ? എനിക്കിന്റെ ബാപ്പാൻ്റെ അടുത്ത് കിടന്നാൽ പോരെ, ആങ്ങളുടെ അടുത്ത് കിടന്നാൽ പോരെ? അയാളടുത്ത് എന്തിനാ കിടക്കുന്നത്? ശാരീരികമായി ചില കാര്യങ്ങൾ അയാളും ഞാനും തമ്മിൽ വേണ്ടേ? ഇതുവരെ അയാൾക്ക് അതിനോട് താല്പര്യം തോന്നില്ലേ? എന്നോട് താല്പര്യമില്ല അയാൾക്ക്. എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയോ? 9ാം ക്ലാസ് തുടങ്ങിയതാ വൃത്തികേട് കാണാൻ ഫോണിൽ. എല്ലാ രാജ്യത്തെയും പെണ്ണുങ്ങളുടെ ഉടുതുണിയില്ലാത്ത ചിത്രം കണ്ട ചെക്കന് ഹെളറ്റിൽ വട്ടോളിലെ പെണ്ണിനെ കൊണ്ട് നിർത്തി കൊടുത്ത വല്ല താല്പര്യം ഉണ്ടാവൂ? 2000 ജനിച്ച കുട്ടിക്ക് ഈ കൊല്ലം 18 വയസ്സ് പൂർത്തിയാകും. അതാണ് ആധുനിക ലോകം. 2000 ജനിച്ച കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായി ഈ വർഷം. കണ്ടോ? അവളെ കെട്ടിക്കണം. ചിന്തിച്ചു നോക്ക്. ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ 2000 ജനിച്ച ആൺകുട്ടി കല്യാണപ്രായവും. മൊബൈൽ ഫോണിലൂടെ ജീവിച്ച കുട്ടി. ഒരുപാട് ഗുണങ്ങൾ അവനുണ്ട്. പക്ഷേ അവൻ കണ്ട കാഴ്ചകളും അവൻ കേട്ട കേൾവിയും അവൻ കളിച്ചതും ഒക്കെ കുടുംബജീവിതത്തെ ബാധിച്ചു തുടങ്ങി. ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നതാ, പെൺകുട്ടി വരുന്നതാ. എല്ലാം കണ്ടു തീർന്ന് ഒക്കെ കണ്ടിന് താല്പര്യമില്ല. കണ്ടോ? ഒരുപാട് ആളുകളെ പ്രേമിച്ചു. 8ാം ക്ലാസ്സിൽ നിന്ന് 9 നിന്ന് 10 നിന്ന് +1 നിന്ന്. എന്നിട്ടോ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ട മാനം പോലും കളഞ്ഞ് ഒരു വരിക. ടെൻഷൻ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടം പോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ജീവിതകാലം മുഴുവൻ മനസ്സമാധാനം നഷ്ടപ്പെടുക. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാനം മനസ്സമാധാനം. 2ാമത്തതോ സന്തോഷം. 3ാമത്തതോ സംതൃപ്തി. ഇത് 3 ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ആ കുടുംബം തകർന്നു പോകും. എങ്ങനെ? എൻ്റെ ഭാര്യ എനിക്ക് സംതൃപ്തി തരണം, സന്തോഷം തരണം, സമാധാനം തരണം.
ഭർത്താവ് തരണം, മക്കൾ തരണം, മക്കൾക്ക് നമ്മൾ കൊടുക്കണം, എൻ്റെ മകന് ഞാൻ സന്തോഷം കൊടുക്കണം, സമാധാനം കൊടുക്കണം, സംതൃപ്തി കൊടുക്കണം, അവൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ നിൽക്കും. ചിന്തിച്ചു നോക്ക്, എപ്പോഴാണോ ഇത് തകരുന്നത്, ആ തകരുന്നതിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ച ആരംഭിക്കും. അതുകൊണ്ട് ആധുനികതയുടെ അടയാളങ്ങളുമായി നടക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നല്ലതിനാവട്ടെ ചീത്തക്കാവട്ടെ നമ്മുടെ കുടുംബത്തെ പഴഞ്ചനാക്കി നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. കുടുംബം പഴയത് മതി, പുതിയതാക്കണ്ട. കണ്ടോ, നല്ലൊരു പേര് വീട്ടിനിട്ടു. കണ്ടോ, നല്ലൊരു പേര്, ബൈത്തുന്നൂർ, വീടിന്റെ പേരാ ബൈത്തുന്നൂർ എന്ന് പറഞ്ഞ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ബാപ്പ, ഉമ്മ, 4 കുട്ടികൾ. ബാപ്പക്ക് എത്ര വയസ്സാ? ബാപ്പക്ക് 65, ഉമ്മക്കോ 58, മക്കൾക്കോ വലിയ മക്കളാ, കല്യാണമൊക്കെ കഴിച്ചു. ബൈത്തുന്നൂർ എന്ന വീട് ഇപ്പൊ എവിടെ നോക്കിയാൽ കാണാന്നറിയോ? വാട്സപ്പിൽ ഒരു ഗ്രൂപ്പാ, ബൈത്തുന്നൂർ ഒരു ഗ്രൂപ്പാ. ആരാ അഡ്മിൻ? മൂത്ത മോൻ. പ്രൊഫൈൽ പിക്ചർ എന്താ? ബാപ്പി ഇമ്മിയറ്റ് ഒരുമിച്ച് ഇത്ര അല്ലേ? നമുക്ക് വലിയ ഫോണില് ആ കുടുംബത്തിന്റെ മുഴുവൻ ചർച്ചകളും മുഴുവൻ വിവരങ്ങളും പിന്നെ നടക്കുന്നത് ആ ഗ്രൂപ്പിലാ. എന്താ, ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ അത് എന്റെ കാക്കും താത്തിയും അനിയനും ബാപ്പി ഇമ്മിയൊക്കെ അറിയാം. എങ്ങനെ? ഗ്രൂപ്പിലാ. ഞാൻ ഗ്രൂപ്പിൽ ഡട്ടിങ്, എന്താ നാളെ വയനാട്ടിൽ പോകുന്നു, അല്ലെങ്കിലോ വയനാട്ടിൽ നിന്ന് ഫോട്ടോ, ഇത് എവിടെയാടാ? വയനാട്. എപ്പോഴേ പോയി ഞാൻ അറിഞ്ഞില്ല, ഞാൻ വാട്സപ്പിൽ പറയാൻ മറന്നതാ. എന്താ, ഈ വാട്സപ്പിലൂടെ വിവരങ്ങൾ അറിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറി. എന്നാ പണ്ടെങ്ങനെയാ? പണ്ട് പെരുന്നാൾ എങ്ങനെയാ? ഇപ്പൊ പെരുന്നാളിന് സെൽഫിയാ. പെരുന്നാളിന്റെ ഒന്നും തുറന്നൂടാ വാട്സപ്പില്, എത്ര ഫോട്ടോയാ. ഇതാണോ കുടുംബം? അല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ആധുനികതകൾ എത്രയും വന്നോട്ടെ, എങ്ങനെയും വന്നോട്ടെ, പ്രിയമുള്ളവരെ, പഴഞ്ചനായിട്ട് നമ്മുടെ കുടുംബം നിലനിർത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, മനസമാധാനവും സംതൃപ്തിയും സന്തോഷവുമുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുചെന്ന് എത്തിക്കുവാനുള്ള മാർഗങ്ങൾ എന്തെന്ന് വലിയ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഇനി ജീവിതമുള്ളൂ. കുടുംബം നമുക്ക് തരേണ്ടത്, ആദ്യം ഞാൻ പറഞ്ഞു, കുടുംബം തരേണ്ടത് അനുസരണയുള്ള കുടുംബമാവണം എന്ന് ഞാൻ പറഞ്ഞു. ഇനിയോ പ്രിയമുള്ള രക്ഷിതാക്കൾ ചിന്തിക്കണം, അച്ചടക്കമുണ്ടാക്കണം കുടുംബത്തിൽ. നോക്കുങ്ങള്, നല്ലൊരു അച്ചടക്കം. ബാപ്പ പറയണു കേൾക്കുന്നു, ഉമ്മ പറയുന്നു കേൾക്കുന്നു. ഒരു അച്ചടക്കം ഒരു കുടുംബത്തിൽ വേണം. അപ്പോഴേ മനുഷ്യനാവുള്ളൂ. അല്ലെങ്കിൽ അത് ഏതോ മൃഗ. നമ്മുടെ മക്കൾക്ക് അച്ചടക്കല്ലേ മൃഗ. ഇന്ന് സ്കൂളിൽ പോയി നോക്കുങ്ങള്, ആ സ്കൂളിലെ ടീച്ചർമാർ നേടുന്ന മുഖ്യ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്പർ 1 അനുസരണയില്ല, നമ്പർ 2 അച്ചടക്കല്ലേ സാറേ കുട്ടികൾക്ക്. കണ്ടോ, മടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്പർ 3 അതുകൂടി പറഞ്ഞത് നിർത്തുകയാണ്, അടുക്കും ചിട്ടയും. ഒരു വീട് അങ്ങനെയാ. സുബൈക്ക് ലൈറ്റ് തെളിഞ്ഞ് ബാപ്പയും മക്കളും എണീറ്റ് പള്ളിക്ക് പോകുന്ന ഒരടുക്കും ചിട്ടയും. കണ്ടോ, പെൺകുട്ടികളൊക്കെ നേരത്തെ എണീച്ച് രാവിലെ തന്നെ ഒളുവെടുത്ത് നിസ്കരിച്ച് ഉമ്മാന്റെ കൂടെ അടുക്കളയിൽ കയറുന്ന ഒരടുക്കും ചിട്ടയും. നോക്കിങ്ങള്, ഉമ്മാക്കൊരു ഉമ്മ കൊടുത്ത് സ്കൂളിലേക്ക് പോകുന്ന മക്കളുള്ള ഒരടുക്കും ചിട്ടയും. എന്ത് രസമുണ്ട് കുടുംബം. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോ 2 കൈയും നീട്ടി കൊലായിൽ സുന്ദരിയായി നിൽക്കുന്ന ഉമ്മയുള്ള അടുക്കും ചിട്ടയുമുള്ള കുടുംബം. ഇതാ കുടുംബം. കണ്ടോ നിങ്ങള്, ബോധപൂർവമായ ഇടപെടലുകൾ നടത്താതെ ഒരു കുടുംബവും മുന്നോട്ട് പോവില്ല. ബോധപൂർവമായ ഇടപെടലുകൾ. അതെങ്ങനെയെന്നറിയോ? കാണിച്ചു കൊടുക്കണം നമുക്ക് സ്നേഹമുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവ് വന്ന് കോളിംഗ് ബെൽ അമർത്തിയാൽ ഒരു മക്കളെയും തുറക്കാൻ സമ്മതിക്കരുത്. തൊട്ടു പോവരുത് വാതില്. ഞാൻ തുറക്കും. ആര്? ഭാര്യ. തൻ്റെ ഭാര്യ നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി ചമഞ്ഞ്, ഇത് പൊരക്കകത്താ നിൽക്കേണ്ടതെന്ന്. എന്നാ പെണ്ണുങ്ങൾ എങ്ങനെ നിൽക്കൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. ഇട ഒരു മാക്സിയാ. ഞാൻ എപ്പോഴും പറയും, എന്തോ നിന്നെ തച്ചൊന്ന് ചാക്കിലാക്കിയേരിണ്ടാവും, ഓലക്കമായിരി. ഒരു പെണ്ണിന്റെ മുഴപ്പും വടിവും ശരീരവും സൗന്ദര്യവും ഒക്കെ കാണിക്കേണ്ടത് ഭർത്താവിന് മുമ്പില്ല. ആ സമയത്ത് എടുത്തിടും ചാക്ക്. പുറത്തിറങ്ങുമ്പോൾ സൈഡ് ഓപ്പൺ ചുരിദാർ. ആർക്കാ ഈ സൈഡ് ഓപ്പൺ ആക്കി വെച്ച്? നാട്ടുകാർ കാണാനോ? നിങ്ങൾ ലെഗിങ്സ് വാങ്ങിക്കോ, പുതിയാപ്പിളുടെ അടുത്ത് നിന്ന് ഇട്ടോ. ഉണ്ടോ? അപ്പോഴോ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹം കൂടും, താല്പര്യം കൂടും. മറ്റേതോ മാക്സിയെ
അതൊരു കേറ്റിക്കുത്തലും കൂടി കുത്തിയ എന്താ ലുക്ക് നിങ്ങൾ കാണാന്നറിയാം. കെട്ടിയോ പിന്നെ പഞ്ചായത്ത് കയറൂല ഉണ്ടല്ലോ നിങ്ങളെ പുരയിൽ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ അടുക്കും ചിട്ടി ഉണ്ടാക്കണ വീടിന് ഭർത്താവിന്റെ ബൈക്കിന്റെ ഒച്ച കേട്ടാൽ, ഭർത്താവിന്റെ കാറിന്റെ ഒച്ച കേട്ടാൽ, പ്രിയമുള്ള സഹോദരിമാരെ തുറക്കാൻ സമ്മതിക്കരുത്. മക്കളോട് മാറിക്കട, ഞാൻ തുറക്കും. ഇതോ ബാപ്പ വന്ന് ആദ്യം കോളിംഗ് മര്യാദയ്ക്ക് വന്നതായിരിക്കും, കൂളായിട്ട് വന്ന ബാപ്പേ മൂപ്പര് വന്നാണ് കൊലായിന് ക്ലിങ് ക്ലിങ് ഉമ്മ അടുക്കളേന്ന് എവിടെ മോനെ തുറന്നെടുത്താ ഓൻ കുത്തിയായിരിക്കും ഫോണിലിട്ടാണ്ട്. ഓൻ കേട്ടിട്ടുണ്ടാവില്ല. ബാപ്പ കുറച്ചേരൊക്കെ അവിടെ നിൽക്കും, തല ഉറിഞ്ഞാണ്ട് പിന്നെ ക്ലിങ് 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 തുറന്നെടുക്കണേ മോനെ. അപ്പൊ ചെക്കൻ പറയും എന്തുമ്മ വാതിലോ തുറക്കും. ബാപ്പ ഫുള്ള് ചൂടായി ഉണ്ടാവും. മര്യാദയ്ക്ക് വന്നൊരു മനുഷ്യനാ ഇതേ ചൂടായി ഉണ്ടാവും. ഉമ്മ അപ്പുറത്തും ചൂടായി ഉണ്ടാവും. ആകെ ചൂടായി അയാൾ ചെയ്യേണ്ട നല്ല വായിലൊക്കില്ല. എന്താണ് ഭാര്യ പറയും പെരുമയ്ക്ക് വായിലൊക്കെ കൈ അപ്പൊ മോൻ ചോദിക്കും പിന്നെ വാട്സപ്പ് നോക്കണ്ട. നായാട്ട് അടിപൊളി കുടുംബല്ലേ, എന്താ രസം കേൾക്കാൻ. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, അയാൾ ആ കാറിന്റെ ഒച്ചനെ ഒരു പത്തിരിയല്ലേ കരിയുള്ളൂ, ഒരു പത്തിരി അതാണ് കരിഞ്ഞോട്ടെ, കോഴിക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പട്ടിയോ പൂച്ച എന്താ തിന്നോളൂ. ഒരു പത്തിരിയല്ലേ കരിയുള്ളൂ, ഒരു ദോശയല്ലേ കരിയുള്ളൂ, അതാണ് കരിഞ്ഞോട്ടേന്ന്. കുടുംബം കരിനേക്കാളും നല്ലത് ഈ ദോശ കരിണ. അടുക്കളയിൽ നിന്ന് പായി തന്നെ മക്കളോട് തൊട്ടു വരുത്ത് വാതില്, എന്റെ പുതിയ അപ്പളെ തൊട്ടു വരുത് ഉണ്ടോ, ഞാൻ തുറക്കും. ഇതിന് എങ്ങനെ തുറക്കണ്ടേ? ആള് മാക്സി കയറ്റി കുത്തി മുടി വലിച്ചേരി കെട്ടി നിങ്ങളോട് വന്നാ ആളിലേക്ക് പിന്നെ ഞാൻ വരണ്ടേ. ആ പുഞ്ചിരിച്ച് നല്ല കണ്ണൊക്കെ എഴുതി സ്പ്രേ ഒക്കെ അടിച്ച് ഇപ്പൊ പൗഡറിനൊക്കെ വില കുറഞ്ഞിന്, GST 18% കുറച്ചിന്. ഒരു കുട്ടിക്കൂറ പൗഡറൊക്കെ മൊത്തിട്ട് ഉണ്ടാ ആ ഭർത്താവിന് മുന്നിൽ ഒന്ന് ചിരിച്ചു നോക്ക്. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. അയാളൊന്ന് തണുത്ത് ഇതോ അയാൾ ആ കോളിംഗ് ബെല്ലടിച്ച് ചൂടാവും. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, എന്ത് രസമുണ്ട്. ആ ഭാര്യയാണ് ഭാര്യ. അതാണ് കുടുംബത്തിന്റെ അടുക്കും ചിട്ടയും അലകും പിടിയും. ഉണ്ടാങ്ങള് മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയം നിങ്ങൾക്ക് അറിയാലോ, അറിയാത്തവരുണ്ടോ? 4:30 സ്കൂൾ ബസ് വരൂ. ആ 4:30 ഉമ്മ കാത്തിക്കണം കുട്ടികളെ. അതമ്മ ബോധപൂർവം ഇടപെടുന്ന അമ്മ. ഉണ്ടങ്ങള് ആ അമ്മ ഇങ്ങനെ കാത്തിക്കുക. കുട്ടികളിങ്ങനെ വരുമ്പോ 2 കൈ കൂടി വാടാ മക്കളെ ഓടി വാ. അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇല്ല വാ ഉമ്മ കണ്ട് പിടിക്കുകയാണ്. എന്നിട്ടോ വേഗം പോയി മേലേക്ക് വാ. ഉമ്മ ഉണ്ടാക്കിയാണ്, ഉണ്ട മറ്റേ കട്ടൻ ചായ ഉണ്ടി, എന്തുണ്ടി നിങ്ങൾ ഉണ്ടാക്കിക്കോ. ആ കുട്ടികൾ ഓടിച്ചെന്ന് മേല് കഴുകിയിട്ട് ഡ്രസ്സ് മാറി ഉമ്മൻ്റെ അടുത്ത് ഓടി വരും. ആ സ്റ്റൂള് ഇട്ടിട്ട് കുട്ടികളെ കൂടെ ഇരുന്ന് ആ ചായ നിങ്ങളും കുടിക്കണം. ഇതോ നമുക്ക് വേണ്ടേ, ഞാൻ കുടിച്ചിട്ട് നിങ്ങളെ കത്തിക്കോളാം അവിടെ മനുഷ്യൻ. അതിൽ നല്ല എന്താ അറിയോ, കുട്ടികളോട് പറയാം സ്കൂളിൽ ഇട്ടിരുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് നിങ്ങോട്ട് കയറില്ലേ, അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് കുടിച്ചിട്ടിട്ട് പോരി, എന്നാൽ കുറച്ച് ടേസ്റ്റ് ഉള്ളത് കിട്ടും. ആ ഉമ്മ സ്നേഹം കൂട്ടി വിളമ്പിക്കൊടുക്കുന്ന കട്ടൻ ചായ, ആ കട്ടൻ ചായ വയറ്റിലേക്കും ഉമ്മാന്റെ സ്നേഹം മനസ്സിലേക്കും എത്തുന്ന തരത്തിലേക്ക് അടുക്കും ചിട്ടയുമുള്ള വീടാക്കി നമ്മുടെ വീടിനെ മാറ്റണം. അതുകൊണ്ട് വിടരുത് നമ്മളെ ഭർത്താവിനെ. ഉണ്ടോ അയാളെ നിങ്ങൾ ശരീരവും നിങ്ങളുടെ പുഞ്ചിരിയും നിങ്ങളുടെ മാനവും കൊടുത്ത് അയാളെ നിങ്ങൾ കൂടെ നിർത്തണം. നിങ്ങളുടെ ഭർത്താവിനെ വിട്ടുകൊടുക്കരുത് ഒരുത്തനും. മക്കളെ ഒരാൾക്കും ഒരു വായി നോക്കിക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ക്രീം കൊണ്ട് ചേർത്ത് നിർത്തണം നിങ്ങളുടെ അടുത്തേക്ക്. ആ സ്നേഹം നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കണം, അതിന്റെ ഊഷ്മളത അറിയണം, അതിന്റെ സൗരഭ്യം പരക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിനകത്ത് ഇതൊക്കെ മാറ്റിവെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിനകത്തെ അടുക്കും ചിട്ടയും വീട്ടിനകത്തെ അച്ചടക്കവും വീട്ടിനകത്ത് അനുസരണയും ഉണ്ടാക്കുമ്പോൾ ഈ കൂട്ടായ്മയിലെ നമ്മൾ മുഴുവൻ ഇതേപോലെ നാളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ സന്നിധിയിൽ സ്വർഗത്തിലെ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിരുന്ന് പുഞ്ചിരിക്കുന്ന കാഴ്ചയുണ്ടാകും. അല്ലെങ്കിലോ നമ്മുടെ മക്കളെവിടെ നമ്മൾ അന്വേഷിക്കും, ഭർത്താവെവിടെ അന്വേഷിക്കും. അതുകൊണ്ട് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തി പോകുന്ന വിഡ്ഢികളുടെ കൂടെ നമ്മൾ ഉൾപ്പെടാതെ കുടുംബം എന്ന കപ്പൽ ഏറ്റവും സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോയി അത് സ്വർഗത്തിലെത്തും വരെ തുഴയാനുള്ള ആർജവമുള്ള വാപ്പയും ഉമ്മയുമായി ഞാനും നിങ്ങളും ഒക്കെ മാറണം. അതിനുള്ള വലിയ ശ്രമങ്ങൾ ഈ ആധുനിക ലോകത്തെ ആധുനികതകളെ മാറ്റിവെച്ച്
ഏറ്റവും മികച്ച കുടുംബമായി മാറാനുള്ള ശ്രമങ്ങൾ, ബോധപൂർവമായ ഇടപെടലുകൾ എൻ്റെ പ്രിയമുള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതുണ്ടാകുമ്പോൾ നമ്മുടെ പ്രദേശം ഇനിയും വളരും, നമ്മുടെ പ്രദേശത്ത് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ മക്കളെ പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾ ഒഴിഞ്ഞു നിൽക്കും. ഒരു വസ്വാസം ഉണ്ടാക്കാൻ കഴിയാതെ പിശാച് പിന്മാറും. ഞാനും നിങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് തോണി തുഴഞ്ഞു പോകുന്ന യാത്രക്കാരായി മാറും. റബ്ബ് സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ഒക്കെ ഇതുപോലെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തകർച്ചയിൽ നിന്നും ശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുമാറാവട്ടെ.